നമസ്കാരം, എൻ്റെ പേര് ക്ലെഞ്ചി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഇൻഷുറൻസ് പോളിസി പറ്റിയുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. പ്രത്യേകിച്ചും നമ്മുടെ പാരൻസിനൊക്കെ പരിഗണിക്കാവുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മുടെ പാരൻസിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഏതാണ്, റേറ്റ് കുറവുള്ളത് അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് കുറവുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കമ്പാരിസൺ വേണ്ടി എടുത്തേക്കുന്ന 3 കമ്പനികളുടെ പ്രൊഡക്റ്റുകളാണ്. ഒന്ന് കെയർ ഹെൽത്തിൻ്റെ സുപ്രീം, അതുപോലെ മണിപ്പാൽ സെഗിനയുടെ പ്രൈം സീനിയർ ക്ലാസിക്, അതുപോലെ ആദിത്യപുരയുടെ ആക്റ്റീവ് 1 മാക്സ്. എന്തുകൊണ്ടാണ് ഈ 3 കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ വെയിറ്റിംഗ് പീരീഡ് കുറവുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പ്രായം ചെന്നവർക്കായാൽ നിലവിൽ ചിലപ്പോൾ എന്തെങ്കിലും ബി.പിയോ ഷുഗറോ അല്ലെങ്കിൽ ആസ്മ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവുണ്ട്. പക്ഷേ ഈ ഒരു കമ്പനികളിലൂടെ നോക്കിയപ്പോൾ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് കുറവാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊഡക്റ്റുകൾക്ക്. പക്ഷേ എങ്കിൽ തന്നെയും പ്രൊഡക്റ്റിലൂടെ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, വെയിറ്റിംഗ് പീരീഡ് കുറവുണ്ടെങ്കിൽ തന്നെയും പ്രീമിയം വളരെ കൂടുതലാണ്. ഒരു 60-65 വയസ്സുള്ളവർക്കൊക്കെ പ്രീമിയം സാധാരണഗതിയിൽ ഈ പറയുന്ന പ്രൊഡക്റ്റിലൊക്കെ ഒരു 5 lakhന് ഒരു 40,000-40,000 മേലെ പോകുന്നുണ്ട് വർഷത്തിൽ. അപ്പോൾ പ്രീമിയം സാധാരണക്കാർക്കൊക്കെ പരിഗണിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാനൊക്കെ എടുത്തേക്കുന്ന SBIയുടെ ആരോഗ്യ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാനാണ്. പാരൻസിനോട് ഒരു 4 വർഷം മുമ്പ് എടുത്തൊരു പ്ലാനാണ് SBI ജനറലിൻ്റെ ആരോഗ്യ പ്ലസ് എന്ന് പറയുന്ന പ്ലാൻ. പക്ഷേ ഈ അടുത്ത് റിന്യൂവലൊക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും റിന്യൂവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഒന്നും കണ്ടെത്താൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഒന്നുകൊണ്ടല്ല, ഇപ്പോൾ SBIക്ക് തന്നെ ക്ലെയിം റേഷ്യോ 1000-ന് മേലെയാണ്. അത് കാരണം ഈ പറഞ്ഞ പോലെ ക്ലെയിം വളരെ അധികമാണ് പ്രായം ചെന്നവർക്കൊക്കെ വരുന്നത്. എങ്കിൽ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ റേറ്റ് കുറഞ്ഞ പോളിസികളും പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ വെയിറ്റിംഗ് പീരീഡ് അപ്പോൾ കൂടും. അത്തരത്തിലുള്ള പോളിസികൾ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിച്ചോളൂ. നമ്മൾ ആദ്യമായിട്ട് കമ്പാരിസൺ വേണ്ടി എടുത്തേക്കുന്നത് ഇതിൻ്റെ സം ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ്. ഇതിലും കെയർ ഹെൽത്തിൻ്റെ സുപ്രീമിലാണെങ്കിൽ നമുക്ക് 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു 60 വയസ്സിന് മേലുള്ളവർക്കാണെങ്കിൽ. അതുപോലെ മണിപ്പാൽ സെഗിനയിൽ നോക്കുകയാണെങ്കിൽ 2 വേരിയൻസ് ഉണ്ട് അവിടെ. ഒന്ന് ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് എലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസിക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൽ 3 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള സം ഇൻഷുർഡാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന പോളിസി. അപ്പോൾ ആദിത്യ ബിർളയിലാണെങ്കിൽ നമുക്ക് 5 ലക്ഷം മുതൽ 6 കോടി വരെയുള്ള ഒരു സം ഇൻഷുർഡിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും പോളിസി. അതുപോലെ മിനിമം മാക്സിമം എൻട്രി ഏജ് എന്ന് പറയുന്നത് കെയർ ഹെൽത്തിലാണെങ്കിൽ നമുക്ക് 18 വയസ്സിൽ എൻട്രി ചെയ്യാം. ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല നമുക്ക്. മണിപ്പാൽ സെഗിനയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 56 വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് 75 വയസ്സ് വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക പോളിസിയിൽ. ആദിത്യ ബിർളയിലാണെങ്കിൽ 18 വയസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കെയർ ഹെൽത്തിൽ കണ്ട പോലെ തന്നെ ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല അവരതിൽ. അതുപോലെ തന്നെ റൂം റെൻറ്റ് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. റൂം റെൻറ്റ് എങ്ങനെയാണ്, എനി റൂം എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സബ് ലിമിറ്റ് ഉണ്ടോ? ശരിക്കും എനി റൂം എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മളാരും വലിയ സൂട്ട് റൂമോ ഡിലക്സ് റൂമോ ഒന്നും എടുത്തിട്ട് അല്ലെങ്കിൽ തന്നെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ റൂം അവൈലബിൾ ഇല്ലാതെ വരുമ്പോൾ അവർ പറയുന്ന റൂം ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എനി റൂം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കെയർ ഹെൽത്തിൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാൻ പറ്റും. അല്ല, മണിപ്പാൽ സെഗിനയിൽ നമ്മൾ സിംഗിൾ പ്രൈവറ്റ് ഏസ് റൂമാണ്. പക്ഷേ നമുക്ക് റൈഡർ ഇട്ട് കഴിഞ്ഞാൽ എനി റൂം ആയിട്ട് മാറ്റാൻ പറ്റും. ആദിത്യ ബിർളയ്ക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ റീഫിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തെന്ന് വിചാരിച്ചു, അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വീണ്ടും നമുക്ക് സെയിം അസുഖത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൽനസ് വന്നാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാ ഇൻഷുറൻസിലും ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നൊരു ഫീച്ചറാണ്. ഈ 3 എണ്ണത്തിലും ഇപ്പോൾ കെയർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആണ്. ഒരു 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേ വർഷം വീണ്ടും നമുക്കൊരു 10 ലക്ഷം യൂസ് ചെയ്യാം. മണിപ്പാൽ സെഗിനയിലും അതെ, നമുക്ക് ഒരു റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആദിത്യ ബിർളയിലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. ഈ ഒരു പ്ലാൻ ഇൻബിൽട്ടാണ്. ആദിത്യ ബിർളയുടെ ആക്റ്റീവ് 1 മാക്സിൽ ഇത് ഇൻബിൽട്ടാണ് അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ഡൊമിസിലറി, അതായത് നമുക്ക് ചില അസുഖങ്ങൾക്ക് ഇപ്പോൾ ചില അസുഖങ്ങൾക്ക് നമുക്ക് 24 മണിക്കൂർ അഡ്മിഷൻ വേണ്ടാത്തൊക്കെ ഒത്തിരി അസുഖങ്ങളുണ്ട്. അതിന് ഡേ കെയർ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ തിമിരമൊക്കെ നമുക്ക് പെട്ടെന്ന് 2-3 മണിക്കൂറോടൊക്കെ ചെയ്തിട്ട് വരാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡേ കെയർ എന്ന് പറയുന്ന ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫുൾ ഡേ കെയർ പ്രൊസീജിയേഴ്സും ഇതിൽ നമുക്ക് കവർ ചെയ്ത് കിട്ടും. അടുത്തായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കുമുലേറ്റീവ് ബോണസ്. കുമുലേറ്റീവ് ബോണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 ലക്ഷത്തിൻ്റെയാണ് പോളിസി എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോൾ കമ്പനി തന്നെ നമുക്ക് കുറച്ചുകൂടി സം ഇൻഷുർഡ് കൂട്ടി തരും നമുക്ക് കുമുലേറ്റീവ് ബോണസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ കെയർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഇൻബിൽട്ടാണ്. നമ്മൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നമുക്കത് 10 ലക്ഷം എടുത്താൽ അത് 20 ലക്ഷമായിട്ട് മാറും. അതിൻ്റെ കൂടെ തന്നെ ഒരു റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 500% അതായത് നമുക്കൊരു 5x കവറേജ് കിട്ടും നമ്മൾ ഈ റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ. കുമുലേറ്റീവ് ബോണസ് സൂപ്പർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5x കവറേജ് നമുക്കൊരു 10 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 50 ലക്ഷം കൂടിയും
ഗ്രാജുവലി ഓരോ വർഷം 10 എന്നുള്ളത് 20, 30 അങ്ങനെ ഒരു 5x കവറേജ് കിട്ടും കെയർ ഹെൽത്തിൽ. ആ റൈഡർ നമ്മൾ ആഡ് ചെയ്തത് മാത്രം. ഇത് നമ്മുടെ മണിപ്പാൽ സിഗ്നലിലേക്ക് വരാണെങ്കിൽ, ക്ലാസിക്കിൽ വരാണെങ്കിൽ നമുക്ക് രണ്ട് വേരിയൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന് ക്ലാസിക്കും എലൈറ്റും പറഞ്ഞായിരുന്നു. എലൈറ്റിൽ ഗ്യാരണ്ടീഡ് ആണ്, ക്ലാസിക്കിൽ ക്ലെയിം വന്നു കഴിഞ്ഞാൽ കുറയും. അതാണ് മെയിൻ വ്യത്യാസം വരുന്നത്, ക്ലാസിക്കും എലൈറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ 10% വെച്ചാണ് ഇയറിൽ കൂടുന്നത്. അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷത്തിന് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ 11 ലക്ഷം, 12 അങ്ങനെ ഗ്രാജുവലി കൂടി അങ്ങനെ ഒരു 10 വർഷം കൊണ്ട് അത് 20 ലക്ഷമായിട്ട് മാറാണ് ചെയ്യുന്നത്. മാക്സിമം 100% വരെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ആദിത്യബിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം ഈ കെയർ ഹെൽത്തിൽ കണ്ട പോലെ തന്നെ ഇതിലെ മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ ആദിത്യബിളിൽ ഇൻബിൽട്ടാണ് ഈ ഫീച്ചർ. അത് ഈ 5x കവറേജ് നമ്മൾ റൈഡറായിട്ട് ആഡ് ചെയ്യേണ്ട ഇൻബിൽട്ടാണ് മാക്സിൽ അതിൽ വരുന്നത്. ശരിക്കും ഇതൊരു നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഫീച്ചറാണ്. പ്രത്യേകിച്ചും കേരളയും ആദിത്യബിളിലൊക്കെ ആ ഫീച്ചർ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ആ ഒരു ഫീച്ചർ. അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. ഇത് എന്തുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള ചിലവുകൾ, അതുപോലെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചിലവുകളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാലപരിധിയാണ് ആ ബില്ലുകൾ. അപ്പോൾ ഇതിൽ കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 60-180 ദിവസത്തെ ബില്ലുകൾ നമുക്ക് ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മണിപ്പാൽ സിഗ്നലിലേക്ക് വരികയാണെങ്കിൽ ക്ലാസിക്കിലാണെങ്കിൽ 30-60 ദിവസത്തെയും എലൈറ്റിലാണെങ്കിൽ 60-90 ദിവസത്തെയും ബില്ലുകൾ നമുക്ക് അതിൽ സബ്മിറ്റ് ചെയ്യാം. മാക്സിൽ ആദിത്യബിളിലാണെങ്കിൽ 90-180 ദിവസത്തെ ബില്ലുകൾ, അതായത് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള 90 ദിവസത്തെ ബില്ലുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു 180 ദിവസം വരെയുള്ള ബില്ലുകളും നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീ ആൻഡ് പോസ്റ്റ് കുറച്ചുകൂടി കൂടുതലുള്ളത് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ എമർജൻസി റോഡ് ആംബുലൻസ്, അത് എല്ലാ 3 എണ്ണത്തിലും ആസ് പെർ ആക്ച്വൽസ് വരെ കവർ ചെയ്യുന്നുണ്ട് നമുക്ക്. അതുപോലെ റോബോട്ടിക് ആൻഡ് മോഡേൺ ട്രീറ്റ്മെൻറ്റ്, അതും ഈ 3 ഇൻഷുറൻസ് കമ്പനിയിൽ അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി കാലഘട്ടത്തിൻ്റെ ഒരു എന്താ പറയുക ആവശ്യകതയാണ് മോഡേൺ ട്രീറ്റ്മെൻറ്റൊക്കെ കവർ ചെയ്ത് കിട്ടാന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ റോബോട്ടിക് സർജറികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിലും അതും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ചോദിക്കുന്നത് ചില സബ് ലിമിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിലൊന്നും സബ് ലിമിറ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ എല്ലാവരുടെയും ധാരണ ടെസ്റ്റ് ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ബോഡി ചെക്കപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, ഹെൽത്ത് ചെക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റുള്ള ഹെൽത്ത് ചെക്കപ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മുടെ ലാബുകളിലൊക്കെ ഒരു നമ്മൾ പാക്കേജ് പോലെ നമ്മൾ ചെയ്യാറുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ്, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ. അപ്പോൾ ആ ഒരു പറയുന്ന ടെസ്റ്റുകളാണ് ആ പാക്കേജ് ടൈപ്പിലുള്ള ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സി ടി സ്കാൻ ചെയ്യാൻ പറ്റുക, ഇതൊന്നും ഹെൽത്ത് ചെക്കപ്പിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ പറയുന്ന ലിസ്റ്റിലുള്ള, ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ ലിസ്റ്റിൽ പറയുന്ന ടെസ്റ്റുകളാണ് നമുക്ക് എനിക്ക് തോന്നുന്നു സാധാരണ ഒരു 5 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ ഒരു 2500 വരെയുള്ള ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനുള്ള എമൗണ്ടാണ് നമുക്ക് ഇൻഷുറൻസ് കമ്പനി നോർമലായിട്ടൊക്കെ കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പറയുകയാണെങ്കിൽ. സാധാരണ നമ്മുടെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന പോളിസി എടുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യുമോ എങ്ങനെയൊക്കെയാണ് ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സാധാരണ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കഴിയാനായിട്ട് നമ്മുടെ പോളിസി ആക്റ്റീവ് ആവില്ല. പക്ഷേ ആക്സിഡൻറ്റ് കേസുകൾക്ക് പറയുന്നതൊന്നും ബാധകമല്ല. സാധാരണ ഒരു അഡ്മിഷൻ വരണമെങ്കിൽ 30 ഡേയ്സ് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ സ്പെസിഫിക് ഇൽനെസ് വെയിറ്റിംഗ് പീരീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെയിറ്റിംഗ് പീരീഡാണത്. അതായത് പലപ്പോഴും ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്യുന്നത് ഈ ഒരു കേസ് പറഞ്ഞിട്ടാണ്. അതായത് ചില അസുഖങ്ങൾക്ക് നമുക്ക് 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഞാൻ ലീസ്റ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ പൈൽസ്, കിഡ്നി സ്റ്റോൺ, ഹെർണിയ, പല ആൾക്കാരും ഈ ഇതുപോലുള്ള സാഹചര്യത്തിൽ പോളിസി എടുത്തിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി എപ്പോഴും ഒരു 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ്. ഇപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്. അപ്പോൾ ആ പറയുന്ന അസുഖങ്ങൾക്ക് കവറേജ് ചിലപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞാലേ തരുള്ളൂ എന്ന് കമ്പനി പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ കെയർ ഹെൽത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, ഇപ്പോൾ BP, ഷുഗർ, ഡയബറ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 4 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് റൈഡർ ഉണ്ട്, ഇൻസ്റ്റൻറ്റ് കവർ എന്ന് പറയുന്ന റൈഡർ. അപ്പോൾ ആ റൈഡർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ABCD എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടും. പക്ഷേ ഇതിൽ പ്രത്യേകിച്ചും ഇൻസുലിൻ കേസുകൾ ഇതിൽ കെയർ ഹെൽത്തിൽ നമുക്ക് കിട്ടില്ല. മെഡിസിൻ ആണെങ്കിൽ ഓക്കെ, അല്ലാതെ ഇൻസുലിൻ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് അതൊരു വെയിറ്റിംഗ് പീരീഡ് കുറവുണ്ട്. മണിപ്പാൽ സിഗ്നലിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെ ഒരു റൈഡറും കൂടെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 24 മാസമുള്ള വെയിറ്റിംഗ് പീരീഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ 90 ദിവസമാക്കി കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BP, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ നമുക്ക് എല്ലാ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസും നമുക്ക് 90 ദിവസമൊക്കെ ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ എങ്കിൽ തന്നെയും ഈ സ്പെസിഫിക് ഇൽനെസ് വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖങ്ങൾക്ക് എപ്പോഴും 2 വർഷം തന്നെയാണ് എല്ലായിടത്തും വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. അതുപോലെ തന്നെ ആദിത്യബിർലയിലാണെങ്കിലും വളരെ അട്രാക്റ്റീവാണ്. പ്രീ എക്സിസ്റ്റിംഗ് നമുക്ക് 3 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പക്ഷേ ഇതിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ആസ്മ, BP, ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ കുറച്ചും കൂടി ഒബീസിറ്റി, അതുപോലെ തന്നെ കൊറോണറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ COPD ഇതൊക്കെ നമുക്ക് ഡൗൺ മുതൽ കവറേജ് കുറച്ചുകൂടി കൂടുതലുണ്ട് ആദിത്യബിർലയിൽ. കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. ഈ മണിപ്പാൽ സിഗ്നയിലും ആദിത്യബിർലയിലും നമുക്ക് ഇൻസുലിൻ കേസുകളൊക്കെ കിട്ടുന്നുണ്ട്, അവർ കൊടുക്കാറുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ആദിത്യ ബിർളയുടെ ഞാൻ പ്രത്യേകിച്ച് മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ സ്റ്റെൻഡ് ഇട്ടവർക്കൊക്കെ ഇപ്പോൾ ഒരു വർഷം സ്റ്റെൻഡ് ഇട്ടിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അവർ കൊടുക്കുന്നുണ്ട്, ഡേ 1 മുതൽ കവറേജ് കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് വെയിറ്റിംഗ് പീരീഡ് കുറവുള്ളത് കൊണ്ടാണ് ഈ ഒരു 3 പ്രൊഡക്റ്റുകൾ മെയിനായിട്ട് നമ്മൾ കമ്പാരിസൺ എടുക്കാനായിട്ട് ശ്രമിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ്, ഇതിൽ ഒത്തിരിയും പറയുന്ന 3 കമ്പനികൾ റൈഡേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ് ഈ റൈഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ റൂമൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും അതിൻ്റെ റൂം അല്ലെങ്കിൽ ഈ കുമുലേറ്റീവ് ബോണസൊക്കെ ഫീച്ചേഴ്സൊക്കെ വേണമെന്ന് നിർബന്ധം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൈഡേഴ്സ് പോലെ ചില ഓപ്ഷൻസ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കെയർ ഹെൽത്തിലായിക്കോട്ടെ, മണിപ്പാൽ സിഗ്നലായിക്കോട്ടെ, ആദിത്യ ബിർളയിലായിക്കോട്ടെ, ഒത്തിരി റൈഡേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. ഇതിൽ ആ കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 8 റൈഡേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. എയർ ആംബുലൻസ്, വെൽനസ് ബെനിഫിറ്റ്, കുമുലേറ്റീവ് ബോണസ്, സൂപ്പർ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ 5x കവറേജ് കിട്ടുന്ന റൈഡർ ഇതാണ്. അതുപോലെ ഇൻസ്റ്റൻറ്റ് കവർ, ഈ പറയുന്ന റൈഡർ ഏതായാലാണ് ഈ പറഞ്ഞ പോലെ BP, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മയൊക്കെ നമുക്ക് കവർ ചെയ്ത് കിട്ടുള്ളൂ. അതുപോലെ ക്ലെയിം ഷീൽഡ്, ഇതിട്ട് ഈ റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നോൺ മെഡിക്കൽ ഐറ്റംസ്, ഈ പഞ്ഞി, സിറിഞ്ച്, ഇങ്ങനത്തെ ഉള്ള റൈഡേഴ്സ് നമുക്ക് കവർ ചെയ്ത് കിട്ടുള്ളൂ. അതുപോലെ കെയർ OPD, അതായത് ചെറിയൊരു എമൗണ്ട് OPDക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫീച്ചറുണ്ട്, അതായത് നമുക്ക് സാധാരണ ഇതിൽ 4 വർഷമാണ് പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പക്ഷേ നമ്മുടെ ആവശ്യാനുസരണം അത് 3 വർഷമോ 2 വർഷമോ 1 വർഷമൊക്കെ ആയിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന റൈഡേഴ്സൊക്കെ എടുത്ത് കഴിയുമ്പോഴാണ് അതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റായിട്ടൊക്കെ മാറുന്നത്. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് കാണാം, അവിടെയും ഒരു 7 റൈഡേഴ്സ് കാണാൻ പറ്റും. പ്രീമിയം മാനേജ്മെൻറ്റ്, എനി റൂം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് 360 ഷീൽഡ് എന്ന് പറഞ്ഞ് ഇത് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു റൈഡറാണ്. കാരണം ഈ നോൺ മെഡിക്കൽ ഐറ്റംസൊക്കെ ഇതിൽ കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റൈഡർ ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷണൽ ഡിഡക്റ്റബിൾ വെച്ചെടുക്കാൻ, റീസ്റ്റോറേഷൻ. പിന്നെ ഈ 6ാമത് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈഡറാണ്. അതായത് തുടക്കത്തിൽ ആ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാൻ വേണ്ടി ഇതിൽ 2 വർഷമാണ് പ്രീ എക്സിസ്റ്റിംഗിന് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പക്ഷേ ഈ റൈഡർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഓപ്ഷണലായിട്ട് കോ പേയ്മെൻറ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഇത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു അഡ്വൈസറുടെ അടുത്ത് ചോദിക്കുക, ഒരു അഡ്വൈസ് ചോദിക്കുക, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ആദിത്യ ബിർളയുടെ ആക്റ്റീവ് 1 ഈ പറഞ്ഞ പോലെ 11 റൈഡേഴ്സ് വരുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാം പറയുന്നില്ല, മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ മെയിനായിട്ട് ഈ 4ാമത് പറയുന്ന റൈഡർ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നിലവിൽ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ BP, ഷുഗർ, അതേപോലെ എന്തെങ്കിലും കാർഡിയക് ഇഷ്യൂസൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ ആ ക്രോണിക് കെയർ എന്ന് പറയുന്ന റൈഡർ മസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതായിട്ട് റൈഡറാണ് മെയിനായിട്ട് 4ാമത് വരുന്ന റൈഡർ. അപ്പോൾ ശരിക്കും ഈ റൈഡറുകളൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് അതൊരു നല്ല ഈ പറയുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ റേറ്റ് കുറവായിട്ട് കാണാം. പക്ഷേ നമ്മൾ ഈ റൈഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും സൂക്ഷിക്കുക, അത് ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, പോളിസി ഡോക്യുമെൻ്റ് എടുത്ത് പോളിസി വാങ്ങിച്ച് കഴിയുമ്പോഴായാൽ പോലും ചെക്ക് ചെയ്യുക, ഞാൻ ഉദ്ദേശിച്ച റൈഡർ അതിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നൊരു സംഭവമാണ് ഇതിന് പ്രീമിയത്തെ പറ്റിയിട്ട്. സാധാരണ എനിക്ക് തോന്നുന്നു പാരൻസിന് ചോദിച്ചിട്ട് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട് ഇൻഷുറൻസ്, ഇപ്പോൾ പാരൻസിന് എടുക്കാൻ പറ്റിയ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ പ്രീമിയം കേട്ട് കഴിയുമ്പോൾ പലവരും അയ്യോ ഇത്രയും പ്രീമിയം കൂടുതലാണോ, അയ്യോ ഇത് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്, നമ്മളിതിലൂടെ മൊത്തത്തിൽ ഒന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ ഭയങ്കരധികം പ്രീമിയം കൂടുതലാണ്. ഇതിൽ കെയർ ഹെൽത്തിൻ്റെ സുപ്രീമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നോർമലായിട്ട് ഒരു 65-60 വയസ്സുള്ളവർക്ക് റൈഡേഴ്സ് ഒന്നും ഇല്ലാണ്ട് വരുന്ന പ്രീമിയം ഒരു 5 ലാഖിന് സുപ്രീമിലാണെങ്കിൽ 40,868 രൂപ അടുത്ത് വരുന്നുണ്ട് പ്രീമിയം. അതേപോലെ തന്നെ 5 ലാഖിൻ്റെ നമ്മളെല്ലാ റൈഡേഴ്സ് ആഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 60,000 രൂപയ്ക്ക് അടുത്ത് പ്രീമിയം വരുന്നുണ്ട്. അതുപോലെ മണിപ്പാൽ സിഗ്നേക്ക് നോക്കുകയാണെങ്കിൽ തന്നെയും ഒരു 5 ലാഖിന് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ റൈഡേഴ്സ് ഒന്നും എടുക്കാണ്ട് വരികയാണെങ്കിൽ 35,666 എടുത്ത് വരുന്നുണ്ട് പ്രീമിയം. ഇത് വർഷത്തെ പ്രീമിയമാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമ്മൾ എല്ലാ റൈഡേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5 ലാഖിൻ്റെ പ്രീമിയം നമുക്കൊരു 60,250 രൂപയ്ക്ക് അടുത്ത് പ്രീമിയം വരുന്നുണ്ട്. ആദിത്യ ബിർളയുടെ ആക്റ്റീവ് 1 മാക്സിലാണെങ്കിലും നമ്മൾ 5 ലാഖിന് ഒരു 41,000 രൂപയാണ് റൈഡേഴ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ എല്ലാ റൈഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 2 പേർക്കും ഡയബറ്റിക്കും BP ഒക്കെ ഉണ്ടെങ്കിൽ പ്രീമിയം ഇവിടെയും ഒരു 51 രൂപയ്ക്ക് അടുത്ത് പ്രീമിയം വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ പ്രീമിയം വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഞാനിവിടെ പ്രീമിയം പോളിസി ബസാറിൻ്റെ പ്രീമിയം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒത്തിരി പേര് പലപ്പോഴും കൊട്ടേഷൻ കൊടുത്തിട്ട് ഇത് വളരെ കൂടുതലാണല്ലേ കൊട്ടേഷൻ, ഞങ്ങൾ ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ പ്രീമിയം വളരെ കുറവായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് അവിടെ കുറവ് വരുന്നതിന് കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്നൊരു കൊട്ടേഷൻ എടുത്തു കഴിയുമ്പോൾ ഈ പറയുന്ന റൈഡേഴ്സൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് ഇതിനെ പറ്റിയൊരു ധാരണ ഇല്ലാത്തവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ റൈഡേഴ്സൊന്നും ആഡ് ചെയ്യാത്ത പ്രീമിയമാണ് നമുക്ക് ആദ്യം അവർ അയച്ചു തരാം നമുക്ക്. അപ്പോൾ റൈഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെയും ഈ പ്രീമിയം ഈ പറഞ്ഞ പോലെയൊക്കെ ആയിട്ട് മാറും. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പോളിസി ബസാറിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കെയർ ഹെൽത്തിൻ്റെ സുപ്രീം ഡയറക്റ്റ് എന്നുണ്ട്, കെയർ സുപ്രീം എന്ന് പറഞ്ഞിട്ട് 2 പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ കെയർ സുപ്രീം ഡയറക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 5 ലാഖിന് നമുക്ക് 38,000 അടുത്ത് വരുന്നുണ്ട് നമ്മൾ റൈഡേഴ്സൊന്നും ആഡ് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ. നമ്മൾ റൈഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് അവിടെയും പ്രീമിയം ഒരു 57,000 രൂപ അടുത്ത് പ്രീമിയം വരുന്നുണ്ട് കെയർ സുപ്രീം ഡയറക്റ്റിലാണെങ്കിൽ. കെയർ സുപ്രീമിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 60,575 രൂപയ്ക്ക് അടുത്ത് പ്രീമിയം നമ്മൾ റൈഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രീമിയത്തിലേക്ക് എത്തും.
അതുപോലെ തന്നെ മണിപ്പാൽ സിഗരയിലാണെങ്കിലും പോളിസി ഹോസ്പിറ്റലിൽ പ്രീമിയം നോക്കുകയാണെങ്കിൽ ഒരു 5 ലാഖിന് 35,667 രൂപയാണ്. പക്ഷേ നമ്മളും ഇവിടെയും ഈ 5 ലാഖിൻ്റെ കൂടെ റൈഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 60,859 രൂപയ്ക്കായിട്ട് മാറും. നമ്മൾ ആ റൈഡേഴ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. റേറ്റ് കുറവ് മീൻസ് അങ്ങനെയൊന്നുമില്ല. അത് റൈഡേഴ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ മേലെ ഈ ഏജൻസിൻ്റെ പ്രീമിയം പോലെയൊക്കെ ആയിട്ട് മാറും. അതുപോലെ തന്നെ ആദിത്യ ബിർലയ്ക്ക് വരാണെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആക്റ്റീവ് 1 മാക്സ് ആണ് ഏജൻസി വഴി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ്. പോളിസി ബസാറിൽ ആക്റ്റീവ് 1 എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് റൈഡേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് 1 മാക്സ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ പോളിസി ബസാറിൽ ഒരു 5 ലാഖിൻ്റെ പ്രീമിയം നോക്കുകയാണെങ്കിൽ ആദിത്യ ബിർലയിൽ 32,673 രൂപയാണ് വരുന്നത്. ഇത് നമ്മൾ എല്ലാ റൈഡേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇപ്പോൾ ഞാനിവിടെ ഒരു വെയിറ്റിംഗ് പീരീഡ് 1 ഇയർ ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. നമുക്ക് വരുന്നത് 53 രൂപയ്ക്ക് അടുത്ത് പ്രീമിയം വരുന്നുണ്ട്. ഒരു 5 ലാഖ് പ്ലസ് ഒരു 5 ലാഖ് എക്സ്ട്രം കൂടി കൊടുക്കുന്നുണ്ട് പോളിസി ബസാറിൽ ഇത് ആക്റ്റീവ് 1 മാക്സിൽ. അപ്പോൾ ശരിക്കും ഞാനത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇത്ര റേറ്റ് വളരെ കുറവാണല്ലോ അങ്ങനെ ഒരു ധാരണ വേണ്ട. കാരണം ഓൾമോസ്റ്റ് ഒക്കെ എല്ലായിടത്തും സെയിം തന്നെയാണ് പ്രീമിയം വരുന്നത്. കാരണം നമ്മൾ ഈ റൈഡേഴ്സൊക്കെ ഇട്ടിട്ട് വരുമ്പോഴാണ് ഈ പ്രീമിയം ശരിക്കും നമുക്ക് ആക്ച്വൽ പ്രീമിയം ആയിട്ട് മാറുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഒരു അഡ്വൈസ് ചോദിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം എന്തൊക്കെ റൈഡേഴ്സ് ആഡ് ചെയ്യണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെടുത്ത് കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോളിസി എടുക്കുന്നതിന് മുമ്പ് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എന്തെങ്കിലും അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രി വന്നതിന് ശേഷം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും പാരൻസിൻ്റെ കേസിലൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രീമിയം വളരെ കൂടുതലാണ്. ശരിക്കും ഒരു 40-50 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട് ഒരു 60-65 വയസ്സിന് മേലുള്ളവർക്ക്. പക്ഷേ ഒരു സാധാരണക്കാർക്ക് എനിക്ക് തോന്നണില്ല ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന്. പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. റേറ്റ് കുറഞ്ഞ രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് ചോദിക്കുക. അപ്പോൾ പല ബാങ്കുകളിലും ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികൾ കൊടുക്കുന്നുണ്ട് അവിടെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏതാണ് ബാങ്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ പോയിട്ട് ചോദിക്കുക ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ പ്രത്യേകിച്ചും എടുക്കുകയാണെങ്കിൽ SBIയുടെ സമ്പൂർണ്ണ ആരോഗ്യ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി കൊടുക്കുന്നുണ്ട് ബാങ്കിൽ നിന്ന്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞാനൊക്കെ എൻ്റെ പാരൻസിന് കൊടുത്ത് SBIയുടെ ആരോഗ്യം അത് റീറ്റെയിൽ പോളിസി ആയിരുന്നു. ഇത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ലേ. അപ്പോൾ നാളെ ഒരു വേറെ പോളിസിയിലേക്ക് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് റേറ്റ് പെട്ടെന്ന് കൂട്ടി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. പക്ഷേ എങ്കിലും റേറ്റ് കുറവുണ്ട് ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികൾക്ക്. അപ്പോൾ അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഒരു 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു സമ്പൂർണ്ണ എന്ന് പറയുന്ന ഒരു പ്ലാൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. ഇതിൽ നമുക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം വരെയുള്ള പ്ലാനുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ റൂമിനും ICUക്കൊക്കെ സബ് ലിമിറ്റ് ഉണ്ട്. ഒരു 2% 4% ഒക്കെ ലിമിറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നെഗറ്റീവായിട്ട് ഞാൻ കണ്ടത് പ്രീ എക്സിസ്റ്റിങ്ങിന് 4 വർഷം വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. പ്രീമിയം ഒരു 60-65 വയസ്സുള്ള ഒരാൾക്ക് വരുന്ന പ്രീമിയം ഒരു 15,000 രൂപയ്ക്ക് അടുത്താണ് വരുന്ന ഒരു 5 ലാഖിന്. അപ്പോൾ അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം വെയിറ്റിംഗ് പീരീഡ് 4 വർഷം വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ റെഡ് കാർപ്പറ്റ് ഇത് വളരെ യൂണിക്കായിട്ടൊരു പ്രൊഡക്റ്റ് തന്നെ നല്ലതൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ഒത്തിരി സപ്ലിമെൻറ്റ് കോപ്പേയ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഒരു ഒന്നില്ലാത്തതിനേക്കാൾ ഭേദമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഫീച്ചർ എന്ന് വെച്ചാൽ 60 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ 1 ലക്ഷം മുതൽ 25 ലക്ഷം വരെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൽ ഈ റൂം റെൻറ്റിന് ICUക്കൊക്കെ ഒരു 5 ലക്ഷം വരെയുള്ള പോളിസികൾക്ക് ഒരു 1% ആണ് റൂം റെൻറ്റ് പറയുന്നത്. 10 ലക്ഷം വരെയുള്ള പോളിസികൾക്കാണെങ്കിൽ 2% ICUക്ക്. അപ്പോൾ സബ്ലിമിറ്റ് വരുന്നുണ്ട്. അതുപോലെ പ്രീ എക്സിസ്റ്റിങ്ങിന് 1 ഇയർ വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇപ്പോൾ എന്തെങ്കിലും നിലവിൽ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടും. പ്രീമിയം വരുന്നത് ഒരാൾക്ക് ഒരു 60 വയസ്സും 75 വയസ്സിനുള്ളൊരു ഇത് ഫ്ലാറ്റ് പ്രീമിയമാണ്. ആരെടുത്ത് കഴിഞ്ഞാലും സെയിം പ്രീമിയമാണ്. ഇതിൽ നമുക്ക് വരുന്നത് 21,240 രൂപ അടുത്താണ് പ്രീമിയം വരുന്നത് നമുക്ക് ഒരു 5 ലാഖിന്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് റിന്യൂബൈ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. ഒരു ബ്രോക്കിംഗ് കമ്പനിയാണ്. ഈ പോളിസി ബസാറുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവരും പാരൻസിന് വേണ്ടിയിട്ട് ഇവരുടെ മെറ്റേണിറ്റി പ്ലാൻ വളരെ അട്രാക്റ്റീവാണ്. 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റേണിറ്റി കവറേജ് കിട്ടുന്നൊരു പ്ലാൻ ഉണ്ട്. അതേപോലെ തന്നെ പാരൻസിനും കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാനുകൾ ഇവരുടെ ലഭ്യമാണ്. എൻട്രേജ് ഇതിലും 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ് ഈ ഒരു പോളിസിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഹെൽത്ത് ഗോൾഡ് സിൽവർ എന്ന് പറഞ്ഞ 2 വേരിയൻസ് ഉണ്ട്. ഇതിൽ ഗോൾഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. 5 ലക്ഷമാണ് വരുന്നത്. അതിൽ സിൽവറാണ് 2 ലക്ഷം. ഇതിൽ സിംഗിൾ പ്രൈവറ്റ് ഏസ് റൂമാണ് വരുന്നത്. വേറെ ICUവിനൊന്നും സബ്ലിമിറ്റ് ഒന്നും വരുന്നില്ല. പ്രീ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ 2 ഇയർ ആണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ. പിന്നെ ഇതിൽ പ്രീമിയം 60-65 വയസ്സിനുള്ള ഒരാൾക്ക് ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ 6,000 രൂപ അടുത്ത് വരുന്നുള്ളൂ. 5 ലക്ഷത്തിനാണെങ്കിൽ 10,000 രൂപ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അസുഖങ്ങളൊന്നും ഇല്ല ഈ പറഞ്ഞ പോലെ ഒക്കെ ആണെങ്കിൽ നമുക്കിത് എടുക്കുന്നതോട് തെറ്റില്ല. ഇത് ഒരു കാര്യം ഇതൊക്കെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികളാണ്. ഇത് റീറ്റെയിൽ പോളിസി പോലെയല്ല പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് മനസ്സിൽ ഓർത്തോളൂ. അപ്പോൾ നമുക്ക് വേറെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ വേറെ കമ്പനിയിലേക്ക് മാറണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നടന്നു വരില്ല. റിന്യൂബൈയുടെ പ്രീമിയം കൂടി ഈ പറഞ്ഞ പോലെ കുറച്ച് അട്രാക്റ്റീവാണ്. ഇപ്പോൾ ഒരു 5 ലക്ഷത്തിനൊക്കെ ഒരു 10,000 രൂപയ്ക്ക് അടുത്ത് വരുന്നുള്ളൂ.
അതുപോലെ തന്നെ ആരോഗ്യ സഞ്ജീവിനി ഒരു കോമൺ ആയിട്ടുള്ളൊരു ഗവൺമെൻറ് പ്രൊഡക്റ്റാണ്. ഇതും ഒരു 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. സം ഇൻഷുർഡ് നമുക്ക് 10 ലക്ഷം വരെ നമുക്കിത് അവൈലബിൾ ആണ്, എടുക്കാനായിട്ട് സാധിക്കും. റൂം റെൻ്റ് എന്ന് പറയുന്നത് ഇതിൽ 2% ആണ്. നമുക്ക് മാക്സിമം ഒരു 5000 രൂപയാണ് പെർ ഡേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ICU 10000 രൂപയാണ് പെർ ഡേ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഒരു ദിവസം നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നത് 10000 രൂപ വരെ ആയിരിക്കും. അതുപോലെ ഇതിലും ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 4 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പ്രീമിയം ഒരു 60-65 വയസ്സ് വരെയുള്ളവർക്ക് 19,677 എടുത്ത് വരുന്നുണ്ട് ഒരു 5 ലാഖിന്. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് എനിക്ക് തോന്നുന്നു പരിഗണിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് PMJY എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ഉണ്ട്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മദർ ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ 64 വയസ്സിൻ്റെ അടുത്ത് ഏജ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ബ്ലോക്ക് വന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു 1.5 ലക്ഷം എടുത്ത് ചിലവ് വന്നു. അങ്ങനെ പണ്ടെപ്പോഴോ 2019 പ്രധാനമന്ത്രിയുടെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക്. അപ്പോൾ അത് അമ്മ ആ സമയത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴാണെന്ന് ഉപയോഗിക്കേണ്ടി വന്നത്. ഇപ്പോൾ 2024 ഉപയോഗിക്കേണ്ടി വന്നത്. അപ്പോൾ അതിങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് അവിടെ ഫുൾ എമൗണ്ട് ക്യാഷ്ലെസ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞത്. അതൊരു പ്രധാനമന്ത്രിയുടെ പ്ലാനാണിത്. അപ്പോഴാണ് ഇതിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്ന് സെർച്ച് ചെയ്തത്. ഇതൊരു ലോകത്തിൽ തന്നെ ഒരു വലിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ഈ ഒരു സംഭവം. നമുക്കിതുവഴി ഒരു 55 കോടി ജനങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു പോളിസിയുടെ. അതുപോലെ ഇതൊരു 5 ലക്ഷത്തിൻ്റെ കവറേജാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതിൽ പ്രീ ആൻഡ് പോസ്റ്റ് വരുന്നത് 3 ദിവസം 15 ദിവസത്തെ ബില്ലുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഫാമിലി, ഏജ്, ജെൻഡർ ഇതിലൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും പറയുന്നില്ല. പിന്നെ ഇതിൽ പ്രീ എക്സിസ്റ്റിങ്ങിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ഒന്നും വരുന്നില്ല. പിന്നെ ഇത് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മുടെ PMJYയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കിത് MI എലിജിബിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം, ഇത് നമുക്ക് കിട്ടുമോ ഇല്ല. ഇപ്പോൾ റേഷൻ കാർഡ് ഇപ്പോൾ എനിക്കൊന്ന് സുഹൃത്ത് ആ സമയത്ത് BPL കാർഡ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് നമ്മുടെ ആ ഒരു വരുമാനത്തിൻ്റെ ആശ്രയിച്ചിട്ടാണ്, റേഷൻ കാർഡൊക്കെ നോക്കിയിട്ടാണ് നമുക്കിത് കിട്ടുക. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അടുത്തുള്ള വല്ല CSC സെൻറ്ററിലോ അക്ഷയ സെൻറ്ററിലൊക്കെ ജസ്റ്റ് ചോദിക്കാൻ പോയിട്ട് ചെയ്തു തരാനായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇൻഷുറൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ PMJY കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടി നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഈ പറയുന്ന രീതിയിലും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാൻ പറ്റും. ഒരു ഡിഡക്റ്റബിളോ അല്ലെങ്കിൽ കോ പേയ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് റേറ്റ് കുറയ്ക്കാം. മാത്രമല്ല നമുക്കൊരു നല്ല കവറേജ് കൊടുക്കാനും സാധിക്കും. ഒരു എക്സാമ്പിൾ പറയാം ഞാൻ. ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്യൂർ എന്ന് പറഞ്ഞിട്ടൊരു പോളിസി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 65-60 വയസ്സുള്ള ഭാര്യയ്ക്കും ഭർത്താനും പ്രീമിയം വരുന്നത് ഒരു 46,018 രൂപ എടുത്താണ് പ്രീമിയം നോർമലായിട്ട് വരുന്നത്. ഇത് നമ്മളൊരു 1 ലാഖ് ഡിഡക്റ്റബിൾ വെക്കുകയാണ്. അതായത് 1 ലക്ഷം വരെയുള്ള എക്സ്പെൻസ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോളാം. എനിക്ക് പ്രശ്നമില്ല, എൻ്റെ മെഡിസിപ്പോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോളാം. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു 10 ലക്ഷത്തിൻ്റെ എക്സ്പെൻസ് എനിക്ക് തന്നാൽ മതി. അങ്ങനെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രീമിയം ഇത് നേരെ പകുതിയാവും. നമുക്കൊരു 20,707 രൂപ ആയിട്ട് ചുരുങ്ങും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കിങ്ങനെ ഒരു 1 ലാഖൊക്കെ ഡിഡക്റ്റബിൾ വെച്ചെടുക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ. പിന്നെ ഇത് സ്റ്റാർ ഹെൽത്തിന് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ 60 വയസ്സിന് ശേഷം ഒരു 10% കോ പേയ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് ഒരു 3 വർഷം വെയിറ്റിംഗ് പീരീഡും വരുന്നുണ്ട്. ഇത് ഇവരുടെ ഡിഡക്റ്റബിൾ ഇവരുടെ മാത്രം ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയിലും ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നിബാപ്പയിൽ നോക്കുകയാണെങ്കിൽ സീനിയർ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 65-60 ഒരു വയസ്സിൽ വരുന്നവർക്ക് ഒരു 10 ലക്ഷത്തിന് പ്രീമിയം വരുന്നത് 58,000 രൂപ അടുത്താണ് പ്രീമിയം വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഡിഡക്റ്റബിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ ഡിഡക്റ്റബിൾ വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 21,896 രൂപയായിട്ട് കുറയും, നേരെ പകുതിയായിട്ട് കുറയും. അത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഒരു 3 ലാഖ് ഡിഡക്റ്റബിൾ വയ്ക്കുക. അപ്പോൾ അതൊരു 17,000 രൂപ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിഡക്റ്റബിൾ വെച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ ഈ മെഡിസിപ്പോ അല്ലെങ്കിൽ അങ്ങനെ നിലവിൽ നമുക്കൊരു കമ്പനി ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ തുടക്കത്തിലിടുന്ന 2-3 ലക്ഷം രൂപ എൻ്റെ മെഡിസിപ്പിന്നോ അല്ലെങ്കിൽ എൻ്റെ കമ്പനി ഇൻഷുറൻസിന് എടുത്തോളാം. അപ്പോൾ നമുക്ക് ഇവിടെയാണെങ്കിൽ അതിനനുസരിച്ച് സം ഇൻഷുർഡ് കൂട്ടിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താലും നമുക്ക് റേറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോ പേയ്മെൻറ്റ് സിസ്റ്റം വയ്ക്കാം. കോ പേയ്മെൻറ്റ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ 1 ലാഖ് ഡിഡക്റ്റബിൾ വെച്ച് കഴിഞ്ഞാൽ 1 ലാഖ് കഴിയാണ്ട് നമുക്ക് കിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഒരു 20% കോ പേയ്മെൻറ്റ് ഇപ്പോൾ ഒരു മണിപ്പാൽ സിഗ്നയുടെ ഒരു പ്രൈം സീനിയർ എന്ന് പറയുന്നൊരു പ്ലാൻ ഒരു 65-60 വയസ്സുള്ള പാരൻസിന് ഒരു 10 ലക്ഷത്തിന് പ്രീമിയം വരുന്നത് ഒരു 70,000 രൂപയ്ക്ക് അടുത്താണ് പ്രീമിയം വരുന്നത്. 70,000 സംതിങ് വരുന്നുണ്ട് പ്രീമിയം. അപ്പോൾ നമ്മളൊരു 20% കോ പേയ്മെൻറ്റ് വെക്കുകയാണെങ്കിൽ അതൊരു 56,000 രൂപയായിട്ട് കുറയും പ്രീമിയം. അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഡിഡക്റ്റബിൾ വെച്ച് കഴിഞ്ഞാൽ ആ 1 ലാഖ് ക്രോസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. പക്ഷേ ഈ കോ പേയ്മെൻറ്റ് ഓപ്ഷൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെറിയ ക്ലെയിം വന്നാലും ആ 20% കയ്യിൽ നിന്ന് പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ലക്ഷം ആ ഡിഡക്റ്റബിൾ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നിലവിൽ മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ കോ പേയ്മെൻറ്റ് വെച്ചെടുക്കുന്ന കാര്യം കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതുപോലെ നിവാബൂപ്പയിലും നമുക്കിതുപോലെ കോ പേയ്മെൻറ്റ് വെച്ചെടുക്കാം. ഇപ്പോൾ ഒരു 65-60 വയസ്സുള്ള പാരൻസിന് ഒരു 10 ലക്ഷത്തിൻ്റെ പ്രീമിയം വരുന്നത് ഒരു 58,000 രൂപ അടുത്താണ് വരുന്നത്. അപ്പോൾ ഒരു 20% കോ പേയ്മെൻറ്റ് വെക്കുകയാണെങ്കിൽ ഒരു 48 രൂപ അടുത്ത് വരുന്നുണ്ട്. 30% വെക്കുകയാണെങ്കിൽ 42,000 രൂപ അടുത്താണ് പ്രീമിയം വരുന്നത്. വെയിറ്റിംഗ് പീരീഡ് 2 ഇയർ ആണ് പ്രീ എക്സിസ്റ്റിംഗ്. അപ്പോൾ ഈ രീതിയിലൂടെ വെക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അത് നമ്മുടെ ഇഷ്ടാനുസരണം ഈ ഡിഡക്റ്റബിളോ കോ പേയ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുക.
എനിക്ക് തോന്നുന്നു നല്ല ഇൻഷുറൻസിലുണ്ട്. ഇതിപ്പോൾ എല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിൽ തന്നെയും മെയിനായിട്ട് ഈ പറയുന്ന ഈ ഒരു ഓപ്ഷൻസാണ്, ഡിഡക്റ്റബിൾ വെച്ചെടുക്കുക അല്ലെങ്കിൽ കോപ്പേമെൻറ്റ് വെച്ചെടുക്കുക. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല കവറേജൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഈ രീതിയിൽ വെച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. തീർച്ചയായിട്ടും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിലേക്കൊന്ന് മെസ്സേജ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാം. അതുപോലെ തന്നെ പോളിസി എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.